34-ന്റെ നിറവിൽ MGM. 99 കൊച്ചിയിലൊരു പരിപാടിയുടെ മധ്യേ നമ്മുടെ ശ്രീ മമ്മൂട്ടി അവറുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ശ്രീ ഗീവർഗീസ് യോഹന്നാനെ നോക്കി പറഞ്ഞു, കാരുണ്യമുള്ള ഒരു നല്ല മനുഷ്യൻ. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു മുഖവുര എന്ന് പറയുന്നത് ഈ വാക്കുകളാണ്. മഹാനായ ഖലീൽ ജിബ്രാന്റെ ഒരു വാക്കാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയം ദൈവത്തിൻ്റെ പേനയാക്കി മാറ്റുക, അവിടെ അവൻ ജീവിതം എഴുതട്ടെ. ഇസ്തിരിയിട്ട വാക്കുകളേക്കാൾ നാവിനെ പേനയാക്കുന്ന പച്ച മനുഷ്യൻ്റെ ഭാഷ, അതാണ് ഈ മഹാനായ മനുഷ്യനിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. ഏറെ ഉയരങ്ങളിലെത്തിയിട്ടും നാട്ടിൻ പുറത്തുകാരൻ്റെ സൗമ്യതയോടെ അതായി തുടർന്ന് കാഴ്ചപ്പാടുകളിൽ ലോകം കണ്ടവനായി മാറിയ വലിയ വിശാലതയാണ് ഇങ്ങനെയുള്ള സ്വീകാര്യതയുടെ പർവ്വതമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മഹാനായ ഗീവർഗീസ് യോഹന്നാൻ. 15 വർഷത്തിന് മുമ്പ് അദ്ദേഹം ഒരു ബെൻസ് കാർ വാങ്ങിയ സമയത്ത് ചില ആളുകൾ പറഞ്ഞു, പിള്ളേരെ പഠിപ്പിക്കുന്ന കാശുകൊണ്ട് വലിയ കാർ വാങ്ങിയിരിക്കും. മലയാളിയുടെ സ്വഭാവം എപ്പോഴും ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളെ, വേദനകളെ, ദുഃഖങ്ങളെ, അവൻ കടന്നു വന്ന വഴികളെ ഒന്നും അങ്ങനെ കാണുവാൻ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് പലപ്പോഴും മനസ്സുണ്ടാവുകയില്ല. മരുഭൂമിയുടെ മരരാരണ്യത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും അസന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് പൊരുതി അവിടെ അധ്വാനത്തിൻ്റെ വലിയ ഗോപുരം സൃഷ്ടിച്ച, ദന്തഗോപുരങ്ങളിലിരുന്ന് ലോകത്തെക്കുറിച്ച് വിചിന്തനം നടത്തുന്ന, പഠനം നടക്കുന്ന ആളുകൾക്കിടയിൽ സാധാരണക്കാരനായി അവിടെ ജീവിച്ച് തൻ്റേതായ വലിയ ഉയരങ്ങൾ കീഴടക്കിയ ഒരു മനുഷ്യസ്നേഹി. അങ്ങനെയാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ ശ്രീ ഗീവർഗീസ് യോഹന്നാനെ കാണുന്നു. മഹാനായ ഒരു പിതാവിൻ്റെ മകൻ, തൻ്റെ മകൻ ലോകത്തെവിടെ പോയാലും മണ്ണിൽ ചവിട്ടി നിൽക്കുന്നവനായിരിക്കണം എന്നുള്ള ആ അച്ഛൻ്റെ പ്രചോദനം, അതാണ് പിതൃവാത്സല്യമായി സ്വന്തം ജീവിതത്തിൽ തിരഞ്ഞെടുക്കുകയും അത് പിന്നീട് വലിയ പിതൃഭക്തിയായി മാറുകയും അത് ജീവിതത്തിലെ അനുഗ്രഹമായി പരിണാമപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഗീവർഗീസ് യോഹന്നാൻ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും സാങ്കേതിക രംഗത്തും തൻ്റേതായ വിജയ മുദ്രകൾ പതിച്ചു. ഇന്നിവിടെ ഏറെക്കാലത്തെ സവിശേഷമായ പാരമ്പര്യം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു വിദ്യാലയത്തെ അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ തനിമയും പവിത്രതയും, ഈ സ്കൂളിൻ്റെ പേര് പോലെ തന്നെ അതിൻ്റെ ആ മനോഹാരിതയുമൊക്കെ ഉൾക്കൊണ്ട് അദ്ദേഹം പുതിയ ഒരു സംരംഭം ഇവിടെ സ്ഥാപിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഉടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു പൊൻതൂവൽ കൂടി സൃഷ്ടിക്കുന്നു നമുക്ക് പറയേണ്ടി വരും. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പുതിയ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളായ കുട്ടികൾ എപ്പോഴും മാതൃകയാക്കേണ്ടത്
അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. ആ പിതാവിനോടുള്ള വാത്സല്യം, ആ വാക്കുകളെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെടുക്കുവാൻ കാണിച്ച ആ ഒരു വലിയ മനസ്സ്, ഒരു മകൻ്റെ മനസ്സ്, അത് തികച്ചും ഗുരുത്വമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഒരു ചക്രവർത്തിയുടെ അന്തസ്സും ധീരതയും അതുപോലെ ഒരു ദാസന്റെ വിനയവും. എന്നും ഈ പ്രസ്ഥാനത്തെ ഉത്തരോത്തരം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരായ പ്രത്യേകിച്ചും ചെയർമാനോടുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ. 34-ന്റെ നിറവിൽ MGM.